മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്ന് 35 ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതാ. ചോദ്യം 1. യേശുവിനെ ആത്മാവ് എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം: മരുഭൂമിയിൽ. ചോദ്യം 2. എന്തിനു വേണ്ടിയാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത്? ഉത്തരം: പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ. ചോദ്യം 3. യേശു എത്ര ദിവസം ഉപവസിച്ചു? ഉത്തരം: 40 ദിവസവും 40 രാത്രിയും. ചോദ്യം 4. ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിന് എന്തു തോന്നി? ഉത്തരം: വിശന്നു. ചോദ്യം 5. പരീക്ഷകൻ യേശുവിനോട് എന്തു പറഞ്ഞു? ഉത്തരം: നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാവട്ടെ എന്ന് കൽപ്പിക്കുക. ചോദ്യം 6. യേശു പരീക്ഷകനോട് എന്തുത്തരം പറഞ്ഞു? ഉത്തരം: മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ചോദ്യം 7. പിശാച് യേശുവിനെ പിന്നീട് എവിടെയാണ് കൊണ്ടുപോയത്? ഉത്തരം: വിശുദ്ധ നഗരത്തിൽ. ചോദ്യം 8. വിശുദ്ധ നഗരത്തിലെ ഏത് സ്ഥലത്താണ് പിശാച് യേശുവിനെ നിർത്തിയത്? ഉത്തരം: ദൈവാലയത്തിന്റെ അഗ്രത്തിൽ. ചോദ്യം 9. പിശാച് അവിടെ വെച്ച് എന്തു പറഞ്ഞു? ഉത്തരം: നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. ചോദ്യം 10. പിശാച് യേശുവിനോട് എന്ത് വാക്യമാണ് പറഞ്ഞത്? ഉത്തരം: നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ചോദ്യം 11. യേശു പിശാചിന് എന്ത് മറുപടി കൊടുത്തു? ഉത്തരം: നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു. ചോദ്യം 12. പിശാച് മൂന്നാമത് യേശുവിനെ എവിടെയാണ് കൊണ്ടുപോയത്? ഉത്തരം: വളരെ ഉയർന്ന ഒരു മലയിൽ. ചോദ്യം 13. പിശാച് അവിടെ വെച്ച് യേശുവിനെ എന്താണ് കാണിച്ചത്? ഉത്തരം: ലോകത്തിലെ സകല രാജ്യങ്ങളെയും അതിന്റെ മഹത്വത്തെയും. ചോദ്യം 14. പിശാച് യേശുവിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഉത്തരം: എന്റെ മുമ്പിൽ വീണ് എന്നെ നമസ്കരിക്കുക. ചോദ്യം 15. യേശു പിശാചിനോട് എന്തു പറഞ്ഞു? ഉത്തരം: സാത്താനെ, എന്നെ വിട്ടുപോ. ചോദ്യം 16. യേശു പിശാചിനോട് എന്തു വാക്യമാണ് ഉദ്ധരിച്ചത്? ഉത്തരം: നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ചോദ്യം 17. പിശാച് യേശുവിനെ വിട്ടുപോയതിനു ശേഷം എന്ത് സംഭവിച്ചു? ഉത്തരം: ദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു. ചോദ്യം 18. യോഹന്നാൻ സ്നാപകൻ കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടപ്പോൾ യേശു എവിടേക്കാണ് പോയത്? ഉത്തരം: ഗലീലയിലേക്ക്. ചോദ്യം 19. യേശു ഏത് നഗരത്തിലാണ് താമസമാക്കിയത്? ഉത്തരം: കഫർനഹൂമിൽ. ചോദ്യം 20. കഫർനഹൂം ഏത് പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: സെബൂലോൻ, നഫ്താലി എന്നീ പ്രദേശങ്ങളിൽ. ചോദ്യം 21. ഈ പ്രവചനം ഏത് പ്രവാചകൻ പറഞ്ഞതാണ്? ഉത്തരം: യെശയ്യാ പ്രവാചകൻ. ചോദ്യം 22. ഈ പ്രവചനം ആരെക്കുറിച്ചാണ്? ഉത്തരം: യേശുവിനെക്കുറിച്ച്. ചോദ്യം 23. യേശുവിന്റെ പ്രസംഗത്തിന്റെ വിഷയം എന്തായിരുന്നു? ഉത്തരം: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ചോദ്യം 24. ഗലീലക്കടലിന്റെ സമീപത്തുകൂടി നടക്കുമ്പോൾ യേശു ആരെയൊക്കെ കണ്ടു? ഉത്തരം: 2 സഹോദരന്മാരായ ശിമോൻ പത്രോസിനെയും അവന്റെ സഹോദരനായ അന്ത്രയാസിനെയും. ചോദ്യം 25. അവരുടെ തൊഴിൽ എന്തായിരുന്നു? ഉത്തരം: മീൻപിടുത്തക്കാർ. ചോദ്യം 26. യേശു അവരോട് എന്തു പറഞ്ഞു? ഉത്തരം: എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ചോദ്യം 27. യേശുവിന്റെ വിളി കേട്ടപ്പോൾ അവർ എന്തു ചെയ്തു? ഉത്തരം: അവർ ഉടൻ തന്നെ വല ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ചോദ്യം 28. യേശു പിന്നീട് ആരെയൊക്കെ കണ്ടു? ഉത്തരം: മറ്റ് 2 സഹോദരന്മാരായ യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും. ചോദ്യം 29. അവർ എവിടെയായിരുന്നു? ഉത്തരം: അവരുടെ പിതാവായ സെബദിയോസിന്റെ കൂടെ വഞ്ചിയിൽ വല നന്നാക്കുകയായിരുന്നു. ചോദ്യം 30. യേശു അവരെ വിളിച്ചപ്പോൾ അവർ എന്ത് ചെയ്തു? ഉത്തരം: അവർ ഉടൻ തന്നെ വഞ്ചിയും പിതാവിനെയും ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ചോദ്യം 31. യേശു എവിടെയൊക്കെ സഞ്ചരിച്ചു? ഉത്തരം: ഗലീലി മുഴുവൻ. ചോദ്യം 32. യേശു സിനഗോഗുകളിൽ എന്തു ചെയ്തു? ഉത്തരം: ഉപദേശിച്ചു. ചോദ്യം 33. യേശു എന്തു പ്രസംഗിച്ചു? ഉത്തരം: സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം. ചോദ്യം 34. യേശു എന്ത് കാര്യങ്ങളാണ് ചെയ്തത്? ഉത്തരം: എല്ലാ രോഗങ്ങളും സകല വ്യാധികളും സൗഖ്യമാക്കി. ചോദ്യം 35. യേശുവിന്റെ പ്രശസ്തി എവിടേക്കൊക്കെ വ്യാപിച്ചു? ഉത്തരം: സുറിയ മുഴുവൻ.